ജഡ്ജ് ചെയ്യാൻ ആക്ച്വലി ഭയങ്കര പാടായിരുന്നു. എല്ലാവരും ലൈക്ക് ഒന്നിനൊന്നും വെച്ചായിരുന്നു. ഓരോന്ന് കാണുമ്പോൾ ഓക്കെ ദിസ് ഇസ് ബെറ്റർ അങ്ങനെ. ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾ ടൈറ്റിൽ കണ്ടാൽ തന്നെ ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്ക് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണത്. അപ്പോൾ ഞാൻ ഇന്ന് ആ പ്രോഗ്രാമിൻ്റെ ജഡ്ജായിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് റെഡി ആവാം. ഞാൻ ഇപ്പോൾ കുളിച്ചിട്ട് വന്നതേ ഉള്ളൂ. നമുക്ക് ഷടപടയെന്ന് വേഗം റെഡി ആവാം. ഓക്കെ, ഇച്ചിരി നന്നായിട്ടിരിക്കണ്ടേ, അതിനാണ് നമുക്കിച്ചിരി ഗ്രാൻഡായിട്ട് ഒരുങ്ങാം. ഓക്കെ, അപ്പം ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് വന്നു. ഇവിടെ എൻ്റെ ഈ ഏരിയയിലെ ഡ്രൈനെസ് മാറ്റാൻ ഞാൻ സിറം അപ്ലൈ ചെയ്യാം. ലിപ് ബാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതാകുമ്പം ഫേസ് മൊത്തം സെറ്റായി നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ലിപ്പ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സൺസ്ക്രീൻ ഞാൻ ഫൗണ്ടേഷൻ ഉപയോഗിക്കുന്നതിന് പകരം ഞാൻ ഇത് ഉപയോഗിക്കുന്നത് ടിൻറ്റഡ് ആയതുകൊണ്ട്. ഇതിനൊരു ടിൻറ്റുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്യണം. ഓക്കെ ഗൈസ്, ദാറ്റ് ഈസ് ഡൺ. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ഐബ്രോ സെറ്റ് ചെയ്യാം. റെഡി, സെറ്റ്. ഐബ്രോ ഇസ് ഡൺ. നെക്സ്റ്റ് നമുക്ക് ഐ ഷാഡോ ചെയ്യാം. ഐ ഷാഡോ എൻ്റെ മാസിൻ്റെ പാലറ്റ്. ആദ്യം സ്കിൻ ഷെയ്ഡാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. നമുക്ക് ഗോൾഡ് ഇവിടെ കൊടുക്കാം. ഇത് വെച്ച് കൊടുത്താൽ വരില്ല. അത് മതി. ഇനി നെക്സ്റ്റ് ഐലൈനർ എഴുതാം. ഞാൻ കണ്ണ് എഴുതിയിട്ട് വരാം. ഈ ക്യാമറയിൽ കുക്ക് ചെയ്യാൻ പറ്റില്ല. കണ്ണ് എഴുതിയിട്ട് വന്നേ. ഇനി നെക്സ്റ്റ് എന്താ, ബ്ലഷ് ഇടാം. ബ്ലഷ് ഇട്ട് കഴിഞ്ഞു. നമുക്ക് മസ്കാര ഇടാം. ഐ ഷാഡോ ഇട്ട് ഗ്ലിറ്റർ പാർട്ടിക്കിളെല്ലാം എൻ്റെ മോൾ ഭാഗത്ത് കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മോളിൽ കൂടെ എഴുതിയ. ഈ ലാഷിൻ്റെ വ്യത്യാസം കണ്ടോ? ലാഷ് എക്സ്റ്റൻഷൻ വെക്കേണ്ട ആവശ്യമില്ല ആക്ച്വലി. മസ്കാര ഇട്ടാൽ അത് സെറ്റാവും. മസ്കാര സെറ്റ്. നമുക്ക് ചെറിയ ചില പോർഷൻസ് മാത്രം ഹൈലൈറ്റ്. അങ്ങനെ നമുക്ക് ലിപ്പേ ഉള്ളു ബാക്കി. ആദ്യം നമുക്ക് ലിപ്പ് ലൈൻ ചെയ്യാം. ലിപ്പ് ലൈൻ ചെയ്തു. ഇനി ഏത് ലിപ്സ്റ്റിക് ഇടണമെന്ന് ഇതുവരെ തീരുമാനിച്ചില്ല. റെഡ് ഇട്ടാൽ ഭയങ്കര ഓവറായി, പക്ഷെ വേറെന്തിട്ടാലും ഡള്ളായി പോകുമെന്ന് തോന്നുന്നുണ്ട്. ലെറ്റ്സ് സീ.
ഫേസ് സെറ്റാക്കി ഞാൻ പോയി ഹെയർ സെറ്റ് ചെയ്തിട്ട് ഫൈനൽ ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ടിട്ട് ഞാൻ വരാം. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ റെഡിയായി. ടെൻഷനുണ്ട്. അവിടെ ചെന്നിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. പ്രോഗ്രാമിൻ്റെ ഒക്കെ ക്ലിപ്സ് ഞാൻ എടുക്കാം. അപ്പോൾ ദിസ് ഇസ് മൈ ഫൈനൽ ലുക്ക്. I'm ready. This is my hair. Earring, mala. In preparing for this event, so they deserve the best supportive atmosphere with no distractions. For that, dear audience, we request your fullest cooperation. Please maintain absolute silence and do not. ഹലോ ഗൈസ്, അപ്പം ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചേ. എനിക്ക് പ്രോഗ്രാമിൻ്റെ പ്രോഗ്രാം നടന്നുകൊണ്ടിരുന്ന കോമ്പറ്റീഷൻ്റെ ഫുട്ടേജ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ബിക്കോസ് അവർ ക്ലിയർലി പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഒന്നും അലൗഡ് അല്ല. ഒരു ഡാൻസിൻ്റെയും ഫോട്ടോസും വീഡിയോസും ഒന്നും എടുത്തുവിടാം. അതുമാത്രമല്ല നമ്മൾ മാർക്സും സ്കോറൊക്കെ എഴുതുന്നതിൻ്റെ തിരക്കിലൂടെ ആയതുകൊണ്ട് തീരെ പറ്റിയില്ല. ബട്ട് ഓഡിയൻസിന് പോലും എടുക്കാൻ അലൗഡ് അല്ലായിരുന്നു പ്രോഗ്രാം കോമ്പറ്റീഷൻ സ്റ്റാർട്ടായപ്പോൾ. അതുകൊണ്ടാണ് അതിൻ്റെ ക്ലിപ്സ് ഒന്നും ഇടാത്തത്. ഹലോ, നമസ്കാരം. ഇന്നത്തെ എല്ലാ പെർഫോമൻസസും ഭയങ്കര നല്ലതായിരുന്നു. കുഞ്ഞു പിള്ളേർ പോലും ഇതേപോലെ ആക്ച്വലി ഭയങ്കര പാടായിരുന്നു. എല്ലാവരും ഒന്നിനൊന്നും വെച്ചായിരുന്നു. ഓരോന്ന് കാണുമ്പോൾ ദിസ് ഇസ് ബെറ്റർ, അങ്ങനെ ഇറ്റ് വാസ് റിയലി ഗ്രേറ്റ്. ആൻഡ് ദിസ് ഇസ് മൈ ഫസ്റ്റ് ടൈം ബീയിങ് എ ജഡ്ജ് ഹിയർ. സോ യാ, ഇറ്റ് വാസ് ഗ്രേറ്റ്. താങ്ക് യു ഫോർ ദ ഓപ്പർച്യൂണിറ്റി. The place goes to chest number 2, Glossy Girl. അപ്പോൾ ഇന്നൊരു സൂപ്പർബ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇറ്റ് വാസ് റിയലി നൈസ്. എല്ലാവരും ഭയങ്കര പൊളിയായിരുന്നു. അപ്പം വീട്ടിലിപ്പോൾ വന്നതേ ഉള്ളൂ. ഡ്രസ്സൊക്കെ മാറ്റണം, മേക്കപ്പൊക്കെ റിമൂവ് ചെയ്യണം, എന്നിട്ട് കിടന്നുറങ്ങണം. അപ്പോൾ ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് മൈ വ്ളോഗ് ടുഡേ. എൻ്റെ കൂടെ ഒരു ജേണി പോലെ നിങ്ങളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ദിസ് വാസ് എ ബിഗ് തിങ് ഫോർ മീ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഈ നെക്സ്റ്റ് വീക്ക് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. Until then, this is me, Aishu, signing off from Aishu T's World. Bye.